വർക്കൗട്ട് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് സിക്സ് പാക്ക് ഒരു 90 ഡേയ്സ് കൊണ്ട് നമുക്ക് സിക്സ് പാക്ക് വരുത്താം. അതിൽ തന്നെ ഡെമോ ഉണ്ടാവും. അത് നോക്കി പലരും ചെയ്യുന്നുണ്ട്. നല്ല പ്രവണതയാണോ തെറ്റായ പ്രവണത? അത് തെറ്റായ പ്രവണതയാണ്. ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരുപാട് ഇതിനകത്തേക്ക് ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവർ കാണുമ്പം ഈ ഇൻഫ്ലുവൻസർ അവരുടെ സങ്കല്പത്തിനും അപ്പുറമുള്ള ഫിസിക്കായിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ നമ്മുടെ പേശികൾ വലുതാവുന്ന പോലെ തന്നെ ഹാർട്ടിൻ്റെ പേശികളും വലുതാവും. അപ്പം ഹാർട്ട് വലുതാവും, പമ്പിങ് കുറയും, കാർഡിയാക് അറസ്റ്റ് വരും. അതാണ് ബോഡി ബിൽഡേഴ്സ് പലപ്പോഴും നമ്മൾ ഉറക്കത്തിൽ മരിച്ചു പോയി എന്നൊക്കെ കേൾക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ പുറമേ കാണുമ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്, പക്ഷേ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ സ്ത്രീകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ശരീരത്തിൽ പ്രത്യേകിച്ച് വർക്കൗട്ടിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ വർഷങ്ങളെ കൂടുതൽ എല്ലാ വർഷവും കൂടുതൽ സ്ത്രീകളാണ് ജിമ്മിലേക്ക് വരുന്നത്. നമുക്ക് ഒരു 5 വർഷത്തിന് അപ്പുറം നോക്കുമ്പോൾ നമ്മുടെ ഈക്വൽ എമൗണ്ട് ഓഫ് ലേഡീസ് തന്നെ ജിമ്മിൽ ജെൻസിന്റെ അത്രയും തന്നെ ഉണ്ട്. പിന്നെ ഒരു 10-20% ഇതുകൊണ്ടാണ് കല്യാണമാണ്. 3 മാസം സമയമുണ്ട്. അതിന് ആ സമയത്ത് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യും കേട്ടോ. കാര്യം അവർക്കൊരു എയിം ഉണ്ടല്ലോ. ജിമ്മിൽ വരുന്ന കോമഡികൾ ചിലർ പൊങ്ങച്ചം പറയുന്ന ആൾക്കാരുണ്ടാവും. ചില പ്രവൃത്തിയിലൂടെ ആയിരിക്കാം. ഒരു കുഞ്ഞു പയ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മുഖത്ത് വന്നൊരു കൊതുക് അടിച്ച് നമ്മൾ ഡമ്പൽ താഴെ വെച്ചിട്ട് കൊതുകിനെ അടിക്കാനല്ല ശ്രമിക്കുക. പുള്ളിയെ ഡമ്പൽ ചൊറിച്ചിടിക്കുക. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ഈ അതിഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതും അത് നമ്മൾ പലരും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അപ്പോൾ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്താ പറയുക, ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിനു വേണ്ടിയിട്ട് ഇന്ന് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ചർച്ചകൾക്ക് വേണ്ടി നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് 10-15 വർഷമായിട്ട് എറണാകുളത്ത് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഏറ്റുവാങ്ങി മുമ്പോട്ട് പോകുന്ന ഗ്ലാഡിയേറ്റർ ജിമ്മിന്റെ ഓണേഴ്സാണ് 2 പേര് നമ്മളോടൊപ്പം ഉള്ളത്. ഈ അടുത്ത് ഏറ്റവും ബെസ്റ്റ് ജിമ്മിനുള്ള അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ അപ്പുറം ഈ ജിമ്മിന്റെ ഓണർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പൊ വെൽക്കം ചെയ്യാം വികാസ് സാർ, മഞ്ജു മാം. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എന്തായാലും വളരെ വളരെ സന്തോഷം. നിങ്ങളൊന്ന് മുമ്പിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്ക് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുടെ ജീവിതവും വർക്കൗട്ട് ചെയ്യാത്ത ഒരാളുടെ ജീവിതവും എന്തായിരിക്കും അവസ്ഥ കുറച്ച് കഴിയുമ്പോൾ? അല്ല, വർക്കൗട്ട് ചെയ്യാത്ത ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മളൊരു ഇപ്പോൾ ന്യൂജൻ കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും വർക്കൗട്ട് ബേസ് ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോകുള്ളൂ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിലേക്കാണ് നടന്നാക്കിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്കെല്ലാം വീട്ടിലിരുന്ന് തന്നെ ഒരു മൊബൈലിൽ എല്ലാ സാധനങ്ങളും എത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ഫിസിക്കലി ന്യൂജൻ ആൾക്കാർ കുറച്ചുകൂടെ ഡൗൺ ആയിരിക്കും. അതായത് അത്ര ഹെൽത്തി ആയിരിക്കില്ല ഫിസിക്കലി. പഴയ കാലഘട്ടത്തിൽ എല്ലാത്തിനും നമ്മൾ പോയേ പറ്റുള്ളൂ, ലൈഫ് സ്റ്റൈൽ. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറി. ഇപ്പോൾ നമ്മൾ ജിമ്മിലേക്ക് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻ്ററിലേക്ക് എത്തിപ്പെട്ടേ മതിയാവുള്ളൂ. തീർച്ചയായിട്ടും. ഒരാള് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്, വർക്കൗട്ട് ചെയ്താൽ നടന്ന് ജീവിക്കുക അല്ലെങ്കിൽ ഇഴഞ്ഞ് ജീവിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷം. നിങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് നിന്നപ്പോഴാണോ ഇതേപോലെ ഒരു സ്ഥാപനം സ്റ്റാർട്ടായത്? ഞങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ തന്നെയാണ് സ്റ്റാർട്ടായത്. കാരണം ഞാൻ ആദ്യം ഒരു 10 വർഷത്തോളം ട്രെയിനറായിട്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തു. പിന്നെ ഫാമിലി സപ്പോർട്ടോടു കൂടിയാണ്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി ആലോചിച്ച്, പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ട്രെയിനറാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി ആദ്യം ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു കടവന്തറയിൽ. പിന്നീട് ഒരു 6-7 വർഷത്തിന് ശേഷം പൊന്നുരുന്നിൽ മറ്റൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ മാം, എങ്ങനെയുണ്ട് ഈ മേഖലയിലേക്ക് വന്നത്? ഇപ്പോൾ സ്ത്രീകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ശരീരത്തിൽ പ്രത്യേകിച്ച് വർക്കൗട്ടിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ഫിറ്റ്നസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം എങ്ങനെയാന്ന് നോക്കിയാണ്? ഇപ്പോൾ പഴയ വർഷങ്ങളെ കൂടുതൽ എല്ലാ വർഷവും കൂടുതൽ സ്ത്രീകളാണ് ജിമ്മിലേക്ക് വരുന്നത്. നമുക്ക്
ഒരു 5 വർഷത്തിന് അപ്പുറം നോക്കുമ്പോൾ നമ്മുടെ ജിമ്മിൽ നോക്കുമ്പോൾ ഒരു ഫ്ലോറിൽ ഒരു 3-4 ലേഡീസ് ഉണ്ടാവുമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈക്വൽ എമൗണ്ട് ഓഫ് ലേഡീസ് തന്നെ ജിമ്മിൽ ജെൻസിൻ്റെ അത്രയും തന്നെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, സൂംബ, യോഗ, അതിലെല്ലാം കൂടുതലും ലേഡീസ് തന്നെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സൂംബ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കലോത്സവത്തിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ പോലെയാണ്. എല്ലാവരും അതൊരു ആഘോഷമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ അതിൽ കൂടി ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്. അല്ല, അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ എല്ലാ ജിമ്മുകളിലും എല്ലാത്തും സൂംബ ഭയങ്കരമായിട്ട് ആളുകൾ കോൺസെൻട്രേറ്റ് തുടങ്ങി. അതുപോലെ യോഗ അല്ലെ, നമുക്ക് യോഗ സെക്ഷനും ഇല്ലേ? യോഗ സെക്ഷൻ ഉണ്ട്, യോഗ ഉണ്ട്, ക്രോസ്ഫിറ്റ്, ഗ്രൂപ്പ് ട്രെയിനിങ്, കാർഡിയോ സെക്ഷൻ എല്ലാം ഉണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കരാട്ട, കിക്ക് ബോക്സിങ്, ഇതെല്ലാം ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ ഈ ആളുകള് വർക്കൗട്ട് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക്. 6 പാക്ക് ഒരു 90 days കൊണ്ട് നമുക്ക് 6 പാക്ക് വരുത്താം. അതിൽ തന്നെ ഡെമോ ഉണ്ടാവും, കുറച്ചൊരു അങ്ങനെ ഡെമോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അത് നോക്കി പലരും ചെയ്യുന്നുണ്ട്. അത് നല്ല പ്രവണതയാണോ തെറ്റായ പ്രവണത? അത് തെറ്റായ പ്രവണതയാണ്, ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം കൂടുതലും ഈ ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്ന ആൾ ഒരു 6 പാക്കൊക്കെ ഉള്ള ഒരു ആളായിരിക്കും. അത് അപ്പം വരുന്ന ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ജിമ്മിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ന്യൂജൻ പിള്ളേർ ഒരുപാട് ഇതിനകത്തേക്ക് ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവർ കാണുമ്പം ഈ ഇൻഫ്ലുവൻസർ അവരുടെ സങ്കല്പത്തിനും അപ്പുറമുള്ള ഫിസിക്കായിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ അവരുടെ വിചാരിക്കുന്നത് അവരിത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആവുന്നതെന്നുള്ളതാണ് ധാരണ. അതിനകത്തിപ്പോൾ ഏറ്റവും നല്ല തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ 6 പാക്ക്, ഇപ്പോൾ ടീനേജ് കുട്ടികളുടെ സമയത്തുള്ള 6 പാക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അതിനവർ പറയും ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, 6 പാക്ക് ഉണ്ടാവും എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്താൽ 6 പാക്ക് ഉണ്ടാവില്ല. അത് ഇൻഫ്ലുവൻസർക്ക് അറിയാം, പക്ഷേ കാണുന്ന കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അവർ അതിനെ ഫോളോ ചെയ്യും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് ആവില്ല, അവർ സ്വാഭാവികമായിട്ടും അടുത്തു പോകും. റിസൾട്ട് ഇല്ല. പിന്നെ അതിനകത്തൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ട്രെയിനർ അടുത്ത് നിന്ന് അവർക്ക് കറക്റ്റ് ഒരു പൊസിഷൻ അല്ലെങ്കിൽ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ വ്യക്തിയെ ഇൻഫ്ലുവൻസർ കാണുന്നില്ല. അവർ യൂട്യൂബിലൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അവർ പോകുന്നു. ബാക്കി ഇത് ചെയ്യുന്ന ആൾക്ക് തൻ്റെ കഴിവ് എന്താണ്, കഴിവുകേട് എന്താണ്, സ്ട്രെങ്ത് എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അയാൾക്ക് പ്രായം എത്ര എന്നുള്ളത്, അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്നും അവർക്ക് ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് അവിടെ പ്രധാനമായിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ഇൻസ്ട്രക്ടറുടെ അടുത്ത് പോയിട്ട് ട്രെയിൻ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും നമുക്കിത് നോക്കാം. അതായത് പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിനകത്ത് ശരിതെറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ജിമ്മിലൊക്കെ ആണെങ്കിലും ഇപ്പം ജിമ്മിലെ ആശാന്മാർ നമ്മളോട് പറഞ്ഞു തരും, എടാ തെറ്റായിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ ഷേപ്പേ മാറും, ശരീരത്തിന് പല പല കേടുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കാം. അതെന്താ സംഭവം? ശരിക്കും നമ്മൾ തെറ്റായിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് അങ്ങനെ അതിപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇപ്പം ഞാൻ ഇതുപോലെ യൂട്യൂബിൽ ഡെഡ് ലിഫ്റ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യണം ഞങ്ങളപ്പോൾ. അപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മോനെ നീ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പയ്യൻ പറഞ്ഞു, ഇല്ല ഞാനൊരു യൂട്യൂബർ കാണിച്ചു തന്നു, എന്നിട്ട് ഇതുപോലെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം പയ്യൻ്റെ ഇത് നമ്മൾ ഡെഡ് ലിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് മസിൽസിന് നമ്മൾ ചെയ്യുമ്പോഴും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴും ആ വർക്കൗട്ടിനൊരു പൊസിഷൻ ഉണ്ട്. അത് മാറുമ്പം ആ മസിൽസ് എന്നുള്ള കണക്ഷൻ തന്നെ മാറും, ആ ഒരു പൊസിഷൻ മാറുമ്പോൾ. അപ്പോൾ പയ്യൻ ഇങ്ങനെ അതിൻ്റെ സ്പൈനലൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടാണ് ഹെവി വെയിറ്റ് പയ്യൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പം പയ്യൻ തന്നെ വന്നിച്ച് പറഞ്ഞു, എനിക്ക് ബാക്ക് പെയിൻ ആണ്. ഞാൻ പറഞ്ഞു, ആ യൂട്യൂബറിൽ നിന്നും നീ മാറിയാൽ അല്ല ഇത് മാറ്റാൻ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞു തരാം കൃത്യമായിട്ട് എന്നുള്ളത്. അപ്പോൾ മാറാൻ തയ്യാറാണെന്ന് ചോദിച്ചാൽ പയ്യൻ പറഞ്ഞു മാറാൻ തയ്യാറാണ്, കാരണം ആ യൂട്യൂബർ മരിച്ചുപോയി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പേരെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, സ്റ്റീറോയിഡ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഒരു പെട്ടെന്ന് തന്നെ ബോഡി ഉണ്ടാക്കുന്നത്. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഇവർക്കിത് കാലങ്ങളോളം ഉപയോഗിക്കണം. അവർക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നതുകൊണ്ട് പല ആൾക്കാരും അതും ഒരു 30 വയസ്സ് 35 വയസ്സ് 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവർ പ്രസക്തിയിലായിരിക്കും, പക്ഷേ മേടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ
അതുപോലെ മാം ഈ സ്ത്രീകൾ ഇപ്പൊ ഈ രംഗത്തേക്ക് വന്നോളെ പല സ്ത്രീകളുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ അറിയില്ല. ഈ ബോഡി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ നമ്മുടെ സ്ട്രെച്ച് മാർക്ക് വീഴാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതുള്ള കാര്യമാണോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. കാര്യം വെച്ചാൽ അത് ഓവറായിട്ട് വെയിറ്റ് ഒരുപാട് ഗെയിൻ ചെയ്തിട്ടുള്ള ആൾ കുറക്കുമ്പോൾ, വെയിറ്റ് ഉള്ള ആൾ കുറക്കുമ്പോൾ ആ സ്ട്രെച്ച് മാർക്ക് അവിടെ വരുന്നതാണ്. അല്ലാതെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നോർമലി സ്ട്രെച്ച് മാർക്ക് വരാൻ സാധ്യതയില്ല. അതെ 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 സ്ട്രെച്ച് മാർക്ക് അങ്ങനെ വരില്ല വർക്കൗട്ട് ചെയ്യുന്നതിന്റെ. അമിതവണ്ണമുള്ള ഒരാൾ പെട്ടെന്ന് ചിലരുണ്ട് ഭയങ്കരമായിട്ട് ഡയറ്റൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കും. അങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുമ്പോൾ വയറിലൊക്കെ പെട്ടെന്ന് ഫാറ്റ് ബേണിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ സ്ട്രെച്ച് മാർക്ക് പോലെയുള്ള സംഭവങ്ങളുണ്ടാവും. പക്ഷെ അതൊരു നമ്മളൊരു മാസം ശരാശരി കുറയ്ക്കാൻ പറ്റുന്ന ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 2 കിലോ അല്ലെങ്കിൽ 3 കിലോ ആണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ വയറ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിനോടാണല്ലോ ഈ വരുന്നത്. അപ്പം ഗ്രാജുവലി കുറച്ച് കൊണ്ടിരുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ നിലവിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പല കാര്യങ്ങളോട്ടെ ചോദിക്കുന്നത്, ഷുഗർ കട്ട് എന്ന് പറയുന്ന ട്രെൻഡായി മാറിയിരിക്കുകയാണ്. നീ ഷുഗർ കട്ട് ചെയ്യുന്നെങ്കിൽ ഞാനും ചെയ്യാം, നാളെ തൊട്ട് ചായ സ്കിപ്പ് ചെയ്യൂ, മധുരങ്ങൾ സ്കിപ്പ് ചെയ്യൂ എന്നൊക്കെ പറയുന്നു. ഷുഗർ കട്ട് ഒരു സൈഡിൽ കൂടി തുടങ്ങുന്നു. തൊട്ട് പുറകെ സെൽഫായിട്ടൊരു ഡയറ്റിങ്ങും തുടങ്ങുകയാണ്. ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലഞ്ച് സ്കിപ്പ് ചെയ്യുന്നു, ഒരു നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു മരണത്തിലേക്ക് വരെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സൈഡില് നമ്മുടെ മുന്നിൽ പലരും ഉണ്ട്, പല പ്രമുഖരും ഇതുപോലെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു അപകടം പിടിച്ചൊരു കാര്യമാണ്. അതിന്റെ ഒരു അവയർനെസ് പോലെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ്? അതൊരു നമുക്ക് ഫിറ്റ്നസ് ട്രെയിനേഴ്സിന് ഒരിക്കലും ഒരു ഫുഡ് സജസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ശരിക്കും ഡയറ്റീഷ്യൻസ് ആണത്, അവരാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ വേണം അത് നമ്മളത് സജസ്റ്റ് ചെയ്യാൻ. നമ്മൾ നോർമലി ഉള്ള എപ്പോഴും ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ കൂട്ടുക, കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഉള്ളതെങ്കിൽ പോലും അത് ഓരോ ഈച്ച് പേഴ്സണും വേരി ചെയ്തിരിക്കും. അപ്പോൾ ചില ആളുകൾക്ക് അവരുടെ ബോഡി വെയ്റ്റും അവരുടെ ഹെൽത്ത് കണ്ടീഷൻസും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഓരോ ഹെൽത്ത് ചാർട്ടും ഡയറ്റീഷ്യൻ അത് പ്രിപ്പയർ ചെയ്യുന്നത്. അത് അവർ സ്റ്റഡി ചെയ്ത് അവരോട് സംസാരിച്ച് അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, ഫുഡോടുള്ള ഇഷ്ടങ്ങൾ, ഇപ്പോൾ വെജിറ്റേറിയൻ ആൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല നോൺ വെജിറ്റേറിയൻ, അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്ക് ഉള്ളതല്ല, കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കുള്ളത്, അങ്ങനെ പലർക്കും വേരി ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഡയറ്റീഷ്യൻ അതെല്ലാം കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ യൂട്യൂബിലുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നെഗറ്റീവ് റിസൾട്ടായിരിക്കും ഉണ്ടാവുന്നത്. അത് കാലറിയൊക്കെ വളരെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ആ ഒരു കാലറി ഡെഫിസിറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഷുഗർ കട്ട് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെ വർക്കൗട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അത് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. പെട്ടെന്ന് ഒരുപാട് ഷുഗർ ഉപയോഗിച്ചിട്ട് ആൾ ഒറ്റയടിക്ക് അത് കുറക്കുമ്പോൾ പല പ്രശ്നങ്ങളിലേക്കും പോകും. അതിൻ്റെ ഒരു ആവശ്യമില്ല. വളരെ മിതമായിട്ട് ഷുഗർ കഴിച്ച് കാർബോഹൈഡ്രേറ്റ്സിൽ തന്നെ കുറച്ച് ഷുഗറുണ്ട് നമ്മൾ കഴിക്കുന്ന റൈസ്, വീറ്റിലൊക്കെ. അത് പ്ലസ് നോർമൽ ഫുഡ് ഡയറ്റീഷ്യൻ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത് വരുന്നത്. പിന്നെ സാറോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ മടിയന്മാരുള്ള ഒരു മേഖലയാണ് ഫിറ്റ്നസ്സിൽ വരുന്ന ആളുകൾ. കാരണം ഒരു 10 പേര് ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ അതിലൊരു 5 പേരായിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സാധാരണ ന്യൂ ഇയർ മാസങ്ങളിലാണല്ലോ, ന്യൂ ഇയർ കഴിയുമ്പോഴായിരിക്കും ഓരോരുത്തരുടെ തീരുമാനത്തിലായിരിക്കും കുറെ ആളുകൾ വരുന്നത്. ശരിക്കും അതൊന്നും ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ന്യൂ ഇയർ കഴിയുമ്പോൾ എങ്ങനെ വന്നാലും കുറെ ആളുകൾ വരൂലേ? 1-ാം തീയതി തൊട്ട് പുതിയ തീരുമാനം എടുത്ത് ഒരു 5 മാസം കഴിയുമ്പോൾ അതിൽ എത്ര പേരുണ്ടാവും? അത് 10 പേരിൽ 5 പേരൊന്നും ഉണ്ടാവില്ല. 100 പേരിൽ 5 പേരെ കിട്ടിയ ഭാഗ്യം നോട്ടിയാണ്. ഈ ജിം ബിസിനസിന്റെ ലാഭം തന്നെ ഈ മടിയന്മാര് ഉള്ളത് കൊണ്ട്, ഓഫർ എടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് എല്ലാ ജിമ്മും നന്നായിട്ട് പോണത്. ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവരും കൂടി ജിമ്മിൽ വന്നാലും ജിമ്മിൽ സ്പേസ് ഉണ്ടാവില്ല, എല്ലാ ജിമ്മിലും സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ അത് തന്നെയാണ് ജിമ്മ് ബിസിനസ് റൺ ചെയ്ത് പോണതിന്റെ മെയിൻ ഒരു ബിസിനസ്. അതെ, ഇത് എന്താന്ന് വെച്ചാൽ അവര് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വരുന്നത്. ഇപ്പം ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ടീനേജ് കഴിയുമ്പോൾ തൊട്ടായിരിക്കും അവൻ വണ്ണം വെച്ചു തുടങ്ങുന്നത്. അപ്പോൾ അവനൊരു 12 വർഷത്തെ കഴിച്ച ഭക്ഷണത്തിന്റെ സൈഡിടയ്ക്ക് വണ്ണം വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവനൊരു 2 മാസത്തിനുള്ളിൽ 6 പാക്ക് വന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അവൻ പിന്നെ ട്രെയിനറെയും കുറ്റം പറയും, ജിമ്മിനെയും കുറ്റം പറയും, അടുത്ത ജിമ്മിലേക്ക് പോകും. അപ്പം വേറെ ജിമ്മിൽ നിന്ന് നമ്മുടെ ജിമ്മിലേക്കും വരും.
അങ്ങനെ വരുന്നുണ്ട് അവിടെ സിക്സ് പാക്ക് വരുന്നില്ല. അവിടെ എന്നെ ചെയ്യിച്ചിട്ട് ശരിയായില്ല, അതാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. റിസൾട്ട് കാണിച്ചില്ല എന്നാണ് പറയുന്നത്. റിസൾട്ട് കാണിക്കണമെങ്കിൽ നമ്മളൊരു ആവറേജ് നമുക്കൊരു ജിമ്മിൽ ചെന്ന് വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ബോഡി പെയിൻ ഒന്ന് മാറി വരാൻ തന്നെ 2 ആഴ്ച എടുക്കും. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ട്രെയിനേഴ്സ് എപ്പോഴും അലർട്ടാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒരു 160 മുകളിൽ പോകുന്ന ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളൊന്നും ഇപ്പം അത്രയും ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് ഏത് ഏജിലുള്ള ആളാണെങ്കിൽ പോലും ഇതൊരു പ്രശ്നമാണ്. അപ്പം ഒരു 6 മാസം എടുക്കും നമ്മുടെ ശരീരം മെഷീനൊന്നും അല്ലല്ലോ. പിന്നെ അവൻ്റെ ഫുഡും കാര്യങ്ങളും അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ഇവർ എന്തായാലും ലൈഫ് സ്റ്റൈൽ ഈ ജിമ്മിൽ വരുന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഹെൽത്ത് ഉണ്ടാവില്ല. അവരവരുടെ ലൈഫ് സ്റ്റൈലും കൂടി അനുസരിച്ച് ചേഞ്ച് ചെയ്യണം. ഉറക്കം ക്ലിയർ ആവണം, വർക്കൗട്ട് പ്രോപ്പർ ആവണം, ഫുഡ് ഹെൽത്തി ഫുഡായിരിക്കണം, ജോലിയിലുള്ള മെൻ്റലി സ്ട്രെസ്സുകൾ കാര്യങ്ങൾ ഒഴിവാക്കണം, മദ്യപാനം പോലെയുള്ള ദുശീലങ്ങൾ ഒഴിവാക്കണം. ഇതെല്ലാം കൂടി ഒരു പ്രോപ്പറായിട്ട് വരുമ്പോഴേ ഒരു ടോട്ടൽ ഹെൽത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം കൺവെർട്ട് ചെയ്ത് വരാൻ തന്നെ ഒരു സമയമെടുക്കും. ഇത് തന്നെ നമ്മൾ തുടക്കത്തിൽ വരുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരാളോട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞാൽ ജോയിൻ ചെയ്യില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവരോട് നമ്മൾ പതുക്കെ പറഞ്ഞ് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി ആയിരിക്കും വരുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ 6 മാസമെങ്കിലും എടുക്കും നമുക്കൊരു വ്യത്യാസം കാണിച്ചു തുടങ്ങാനായിട്ട്. അപ്പോൾ ഒരു 1-2 വർഷം എടുക്കും നമ്മളൊരു നല്ലൊരു ഫിഗറിലേക്ക് എത്താനായിട്ട്. 2-3 വർഷം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. നമ്മളിത് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ നമ്മുടെ ഇവിടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാളം എന്നല്ല എല്ലായിടത്തും ലോകത്ത് എല്ലായിടത്തൊക്കെ തന്നെയാണ് അവസ്ഥ. ഒരു ജിമ്മിലേക്ക് വരുന്നത് ഒന്നില്ലെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ അവസരം വരുമ്പം ചെയ്യണം എന്ന് പറയുമ്പോഴായിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് കല്യാണത്തിൻ്റെ സമയത്താണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഫിലിമിൻ്റെയോ അല്ലെങ്കിൽ മോഡലിങ്ങിൻ്റെ സംഭവം കിട്ടുമ്പോഴും ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് സംഭവം റെഡി ആയിട്ട് ആണ് ആൾക്കാർ വരുന്നത്. അത് കിട്ടുന്നില്ലെങ്കിൽ അവർ അടുത്ത ഓപ്ഷൻ അല്ല, അത് വളരെ വളരെ സ്വാഭാവികമാണ്. അത് നമ്മുടെ മലയാളികളിൽ കൂടുതലും വരുന്ന ഡോക്ടർ ജിമ്മിൽ പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെക്ഷൻ. അതൊരു 50% ആൾക്കാർ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരു 10-20% ഇതുകൊണ്ടാണ് കല്യാണമാണ്. 3 മാസം സമയമുണ്ട് അതിന് മുമ്പ്. ആ സമയത്ത് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യും കേട്ടോ. അവർക്കൊരു എയിം ഉണ്ടല്ലോ. അതെ, കല്യാണം കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം അത് പെൺകുട്ടികളും മരിച്ചു കിടന്ന് ചെയ്യും. അവര് സാരി കൊടുക്കാനോ അല്ലെങ്കിൽ ഷെർവാണി ഇടാനോ അവർക്ക് ആ കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം പുരുഷന്മാരിൽ ഇപ്പം ചില ആൾക്കാർക്കിടെ മാത്രമേ ഷർട്ട് കൂരിയിട്ട് അമ്പലത്തിൽ പോയി അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അത് പുരുഷന്മാരെ സമയത്തോളം തുടക്കത്തിൽ തന്നെ വരും. പിന്നെ അവർക്ക് പല പല പ്രശ്നങ്ങൾ കാരണം അവരങ്ങ് നിർത്തി പോകും. തീർച്ചയായിട്ടും ഈ മെഡിസിൻസ് ഉണ്ടല്ലോ, അതിന്റെ കാര്യം ഇപ്പൊ പല മാതാപിതാക്കൾക്കും പേടിയാണ്. തെറ്റായ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. ക്വാളിറ്റി കുറഞ്ഞ മെഡിസിൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റിറോയിഡ് മിക്സ് ചെയ്ത മരുന്നുകൾ, ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പാരന്റ്സിനും ഒരു ഞെട്ടലുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പൊടിയൊന്നും മേടിച്ച് കഴിക്കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പൊ വിപണിയിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി പല രാജ്യങ്ങളിലും ഇതിലുള്ള മരുന്നുകൾ വരുന്നുണ്ട്, ഈ പ്രോട്ടീൻ പൗഡറുകൾ വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത്? ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫയറക്സ് കൊടുക്കുന്ന പോലെയൊക്കെ തന്നെയാണ് അതുപോലെയുള്ള സപ്ലിമെന്റ് കൊടുക്കുന്ന പോലെ ഇതുണ്ട്. സപ്ലിമെന്റ് ആണ് ശരിക്കും. അതൊരു അതായത് നമുക്ക് ഫുഡിൽ നിന്നൊരു കിട്ടാത്ത ഘടകങ്ങൾ, ഫുഡ് ഘടകങ്ങൾ നമ്മൾക്ക് സപ്ലിമെൻ്റ് ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് ഉള്ള ഇത്. പക്ഷേ ഇതിനകത്തുള്ള നമ്മുടെ പല സാധനങ്ങളും ഉണ്ടാക്കുന്നത് ക്വാളിറ്റി ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പല ബ്രാൻഡുകളുടെയും ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. നമുക്ക് ആ പാക്കേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇത് റേറ്റിനകത്തുള്ള വ്യത്യാസങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും ബ്രാൻഡുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ചെന്നൈയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡിൻ്റെയും ചെന്ന് കഴിഞ്ഞാൽ അടിച്ച് ഒരു സാധനം തന്നെ അടിച്ച് കിട്ടുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും അതാണ് കൂടുതൽ ആൾക്കാരും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്നുള്ള സാധനങ്ങളെക്കാളും കൂടുതൽ പുറത്തുനിന്ന് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളൊരു ധാരണയില്ല. പിന്നെ സ്റ്റിറോയിഡ് പോലെ സ്കാനറൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ സ്റ്റിറോയിഡ് പോലെയുള്ള സംഭവങ്ങൾ ഈ പ്രോട്ടീൻ പൗഡറുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അത് കൂടുതലും ഉപയോഗിക്കുന്നത് ബോഡി ബിൽഡിംഗ് രംഗത്തൊക്കെ ഉള്ള ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് ഏത് തരത്തിലുള്ള സാധനം ഉപയോഗിച്ചാലും അത് ആർട്ടിഫിഷ്യലാണ്. നമുക്ക് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും.
100%. അറിഞ്ഞിട്ട് തന്നെയാണ് അതവർ അറിഞ്ഞുകൊണ്ട് തന്നെ. കാരണം വെച്ചാൽ നമുക്കൊരു കോമ്പറ്റീഷൻ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ മെഡിസിൻ ഉറപ്പാണ്, ഇല്ലാതെ നമുക്ക് ചെയ്യാൻ. അത് ഏത് സ്പോർട്സിനാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ഈ സ്റ്റിറോയിഡിന്റെ ആഫ്റ്റർ എഫക്ട് എങ്ങനെയായിരിക്കും നമ്മളെ ബോഡിയിൽ ബാധിക്കും? കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പം ഫാറ്റ് ബേണർ, ഇപ്പോൾ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ സംഭവം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുമ്പം നമ്മൾ മസിൽസ് ഗ്രോ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ഫാറ്റ് ബേണിങ്ങും അതിനൊപ്പം സംഭവിക്കും. നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും. അപ്പം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഇരിക്കുന്നത് ഒരു ഫാറ്റിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഇരിക്കുന്നത്. ആ ഫാറ്റോട് ബേൺ ചെയ്തു പോകും. അപ്പോൾ അതിനെ ബാധിക്കും. പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മളൊരു ഹോർമോൺസ് ഉപയോഗിക്കുമ്പം ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസും ഉണ്ടാവും, പിത്താശയത്തിലുണ്ടാകുന്ന ഹോർമോൺസും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശരീരം ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ അങ്ങോട്ട് നിർത്തും. അപ്പം ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ മിക്ക സംഭവിക്കുന്ന കുട്ടികൾ കോമ്പറ്റീഷന് തൊട്ട് മുമ്പ് വരെ ഇത് ഉപയോഗിക്കും. ഇതൊരു കോഴ്സായിട്ടൊന്നും അല്ല ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചിട്ട് കോമ്പറ്റീഷൻ കഴിയുന്നതോടുകൂടി നിർത്തും. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കാരണം അപ്പോൾ ഈ ഇത്ര നാളും കിട്ടിക്കൊണ്ടിരുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന 100 ആണെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന 1000 ഒക്കെ ആയിരിക്കും. അപ്പോൾ ശരീരം ഇത് ഫുള്ളി സ്റ്റോപ്പ് ചെയ്തു. ഇത് കിട്ടാതെ വന്നു കഴിയുമ്പം ഇപ്പം ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ കിട്ടുന്നുമില്ല, പക്ഷേ ഇതിനനുസരിച്ച് ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ചില പിള്ളേരൊക്കെ ബോഡി ബിൽഡിംഗ് നിർത്തി കഴിഞ്ഞാലും ഈ ചെസ്റ്റൊക്കെ അവസരം ബ്രസ്റ്റായി മാറുന്നത്. അതുകൊണ്ടാണ് വോയിസൊക്കെ പെണ്ണുങ്ങളെ പോലെയൊക്കെ ആയി മാറും, സ്ത്രീകൾക്ക് അത് പുരുഷനെ പോലെ ആയി മാറും, സ്ത്രീകൾക്ക് താടി വളരും. അങ്ങനെയൊക്കെയുള്ള സൈഡ് എഫക്റ്റുകളുണ്ടാവും. ഇപ്പം പിന്നെ ഹാർട്ടിന് ഇപ്പം ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എല്ലാത്തിനും ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ പോലെ ഇപ്പോൾ നമ്മുടെ പേശികൾ വലുതാകുന്ന പോലെ തന്നെ ഹാർട്ടിൻ്റെ പേശികളും വലുതാവും. അപ്പം ഹാർട്ട് വലുതാവും, പമ്പിങ് കുറയും, കാർഡിയാക് അറസ്റ്റ് വരും. അതാണ് ബോഡി ബിൽഡേഴ്സ് പലപ്പോഴും നമ്മൾ ഉറക്കത്തിൽ മരിച്ചു പോയി എന്നൊക്കെ കേൾക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ പുറമെ കാണുമ്പോൾ ഭയങ്കര ഹെൽത്തിയാണ്, പക്ഷേ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഡാമേജ് ആയിരിക്കും. അത് അല്ല, ഇത് പലപ്പോഴും ഫോറിനേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം നമ്മളൊരു ബോഡി ബിൽഡറായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പോകാനുള്ള വാഷ് ഔട്ട് ചെയ്യാനുള്ള സാധനം ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ സംഭവം ഇല്ല. ഇപ്പം നമ്മൾ മദ്യം കടിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യാൻ സോഡ കുടിച്ചെന്ന് പറയുന്ന പോലെയാണ്. സോഡ അതിനേക്കാളും വലിയ അപകടം പിടിച്ച സാധനമാണ് എന്ന് പറഞ്ഞ പോലെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് അവർക്ക് എത്ര മാസം വരെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും? അത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ ചെയ്യാതിരിക്കുന്ന, ഡോക്ടർ പറയുന്ന അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഏത് മന്തിൽ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ അവരായിരിക്കും പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വർക്കൗട്ട്സുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല ഗുഡ് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അത് കുട്ടിക്കും ഹെൽത്തിനൊക്കെ നല്ലതാണ്. അവരുടെ എല്ലാ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും അവരുടെ ബോൺ സ്ട്രെങ്ത്, മസിൽ സ്ട്രെങ്ത് ഒക്കെ ഏറ്റവും ആവശ്യമുള്ള സമയമാണല്ലോ പ്രഗ്നൻസി ടൈം. ആ ടൈമിൽ വളരെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതങ്ങനെ ചെയ്യുന്നതിൽ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല അല്ലേ? തെറ്റില്ല, ഏറ്റവും നല്ലതാണ്. നല്ലതാണ്. പലർക്കും പേടിയുള്ളൊരു ടൈമാണല്ലോ അത്. അനങ്ങണ്ട, ബോഡി അനങ്ങ. പക്ഷെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊക്കെ. ഒരു 8-ാം മാസം വരെയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന നമുക്ക് കാണാം. ഡോക്ടറുടെ ഒരു സജഷൻ, ഒരു കൺസൾട്ട് ചെയ്യണം. കാര്യം പലർക്കും പല ഇഷ്യൂസ് ഉള്ളവരുണ്ട്. ചിലവർക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞവരുണ്ടാവും. അധികം ഓരോരുത്തരുടെ കണ്ടീഷൻസ് അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. ഇപ്പോൾ കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന കുറെ ആളുകളുടെ ജിമ്മിലാണെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ അതൊരു പേടി ഒരു സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്ക് അതിന് കാരണക്കാര് ചിലപ്പോൾ അവര് തന്നെയായിരിക്കാം, അവരുടെ തെറ്റായിട്ടുള്ള ജീവിതശൈലി തന്നെയായിരിക്കും. അത് എന്തായിരിക്കും കൂടുതൽ കാരണം? ഇപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ട്രെയിനേഴ്സിനെയും കുറ്റം പറയാൻ പറ്റില്ല, ഈ പറയുന്ന ക്ലയൻറ്റിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഇവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലങ്ങൾ നേരത്തെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് പിന്നീട് വർക്കൗട്ട് ചെയ്യുമ്പം, കാർഡിയോ പോലുള്ള ഇപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുമ്പം അവർ പോലും അറിയാതെ ആയിരിക്കും ചിലപ്പം ഇത് സഡൻലി സ്റ്റോപ്പായി പോകുന്നത്. അപ്പോൾ സിംറ്റംസ് കാണിക്കും. ഇപ്പോൾ ചിലർക്കൊക്കെ പല വീഡിയോകൾ നമുക്ക് കാണുമ്പോൾ അറിയാം, അസ്വസ്ഥതകൾ അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിലത് ട്രെയിനറോട് പറയുന്നില്ല.
അവരും ചിലപ്പോൾ അത് ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവരും അത് നിസ്സാരവൽക്കരിച്ച് കളയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുഴഞ്ഞു വിടും. നമുക്ക് നമ്മളിപ്പോൾ ജിമ്മിലാണെങ്കിലും പോലും ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ലെവൽ താഴ്ന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ ഡൗൺ ആകുമ്പോഴോ ഒക്കെ ഇങ്ങനെയുള്ള ക്ഷീണവും തളർച്ചയും തലകറക്കം വോമിറ്റിങ്ങൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ കരുതും, ട്രെയിനേഴ്സ് കരുതും. അപ്പോൾ അതും അപ്പോൾ ആ ട്രെയിനർ അത് എപ്പോഴും ട്രെയിനർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് അത് മെഡിക്കലി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ട്രെയിനർ പഠിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നുള്ളത്. ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം. കാരണം നമുക്ക് ഇതിനകത്തൊരു ഭാഗ്യപരീക്ഷ നടത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ കാർഡിയോ വർക്കൗട്ടുകൾ പോലെ സംഭവം ചെയ്യുമ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുമ്പം നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റൊക്കെ ഒരു 160 മുകളിലേക്ക് പോകാതിരിക്കാനായിട്ട് ഒരു ഏജൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ 40 കഴിയുമ്പോഴത്തേക്കും അത് ശ്രദ്ധിക്കണം എപ്പോഴും. ഈ നമുക്ക് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിന് തൊട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്യിപ്പിക്കുമല്ലോ. ഒരുപ്പെട്ടവരൊക്കെ ഗ്രൗണ്ട് ചെയ്യാൻ മടി കാണിക്കും. മെയിനായിട്ട് എല്ലാവരും ഉള്ളൊരു ചിന്താഗതി, 1 മാസത്തെ പേയ്മെന്റ് ഞാൻ തന്നിട്ട് പകുതി ദിവസം ഞാൻ വെറുതെ എക്സസൈസ് ചെയ്യണം, എനിക്ക് വെയിറ്റ് പോലും തരുന്നില്ല, ഇങ്ങനെ പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും ഈ ഗ്രൗണ്ട് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വാമപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വാമപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ ലാസ്റ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഈ വാമപ്പ് ചെയ്യുന്നത് നമ്മൾ ജിമ്മിലേക്ക് വരുമ്പം നമ്മുടെ മസിൽസുകളൊന്നും റിലാക്സ്ഡ് ആയിരിക്കില്ല, ടൈറ്റ് ആയിരിക്കും. നമ്മളൊരു വർക്കൗട്ട് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കില്ല ഒരു മസിൽസും. അപ്പോൾ നമ്മൾ വാമപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ സെല്ലുകളൊക്കെ ഒന്ന് ഹീറ്റാവും, ഒന്ന് അയഞ്ഞു വരും. പിന്നെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്ട്രെച്ച് ചെയ്യണം. അതായത് നമ്മളിപ്പം നമ്മളൊരു മസിൽസിലേക്ക് നല്ലൊരു പ്രഷർ കൊടുക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ലോഡ് കൊടുക്കുന്നു, ആ മസിൽസിന് നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് മസിൽസ് റിലാക്സ് ചെയ്യുക എന്നുള്ളത് ഈ സ്ട്രെച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യാൻ പലർക്കും മടിയാണ്. ഇപ്പം ഇതിനകത്ത് ട്രെയിനേഴ്സിന് പറ്റുന്നൊരു പ്രശ്നം വെച്ചാൽ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന ക്ലയൻറ്റ് മാത്രമാണ് ട്രെയിനർ നിർബന്ധിച്ച് വാമപ്പ് ചെയ്യിക്കുന്നത്. അല്ലാത്ത ജനറൽ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന എല്ലാവർക്കും ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പം ജനറൽ ട്രെയിനിങ് എടുക്കുന്നവർക്ക് ആദ്യത്തെ ഒരു 2-3 ദിവസങ്ങളായിരിക്കും ഇത് കാണിച്ചു കൊടുക്കുന്നത്. അവരോട് നമ്മൾ പിന്നീട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാമപ്പ് ചെയ്തെന്ന് ചോദിക്കുമ്പം അവൻ 2 തവണ കഴുത്തൊക്കെ ഇട്ട് ഒന്ന് കറക്കി കയ്യും കറക്കിയിട്ട് വന്നിട്ട് പറയും വാമപ്പായി എന്ന് പറയും. അതുപോലെ തന്നെ വാമപ്പ് ആണെന്നും പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നത് ചിലപ്പോൾ ട്രെഡ്മില്ലായിരിക്കും. അത് ഭയങ്കര ഒരു വലിയ തെറ്റാണ്. ഇതൊന്നും ചെയ്യാതെ ബോഡി ഒന്ന് ഹീറ്റ് ആകട്ടെ എന്ന് പറഞ്ഞ് നേരെ വന്നിട്ട് ഒന്നും ചെയ്യാതെ നേരെ ട്രെഡ്മില്ലിൽ കയറിയിട്ട് ഒരു 10 മിനിറ്റ് ഓടിയിട്ട് വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 15 വർഷത്തോളമായില്ലേ നമ്മുടെ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. 15 വർഷക്കാലമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? പിന്നെ തീർച്ചയായും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10 വർഷം മുമ്പുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു? ആൾക്കാർ കൂടുതൽ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്. ഇപ്പം നമ്മൾ ട്രെയിനേഴ്സാണ്, സർട്ടിഫൈഡ് ട്രെയിനേഴ്സിനെ തന്നെ നമ്മൾ സജസ്റ്റ് നിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ക്ലയൻറ്റിന് നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. 10 വർഷം മുമ്പ് ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറികൾ ഉണ്ടായിരുന്നില്ല. ട്രെഡ്മില്ല് പോലും 10 വർഷങ്ങൾക്ക് മുമ്പ് അത്ര കോമൺ ആയിരുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് കാറൊക്കെ നിർമ്മിക്കുന്നവരാണ് എക്യുപ്മെന്റ്സുകൾ നിർമ്മിക്കുന്നത്. അത്രയും കോസ്റ്റ്ലിയും അത്ര അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ് ആണ് വരുന്നത്. ഇതിനെക്കുറിച്ച് ക്ലയന്റ്സിന് നല്ല ധാരണയാണ്. എപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം. പറഞ്ഞില്ലേ ലേഡീസിന് എണ്ണം കൂടി 5 വർഷം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ ഇപ്പൊ പക്ഷേ 2-3 ഇയേഴ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറ്റേണ്ട പക്ഷെ പുതിയ മെഷീൻസ് ഒക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുകയാണ്. അപ്പൊ നമ്മള് പഴയ മെഷീൻസ് എല്ലാവരും അവിടെ ആ മെഷീൻ കണ്ടു ഈ മെഷീൻ കണ്ടു എല്ലാ ജിമ്മുകളിലും അതൊക്കെ നമ്മൾ ചോദിക്കും. ശരിക്കും ഒരാൾക്കൊരു ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ നമ്മളൊരു സർട്ടിഫൈഡ് ട്രെയിനറായി മാറണം ആദ്യം. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു മേഖലയിലേക്കുള്ള? നമ്മൾ
സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ആണ് ഞങ്ങൾ. അതെ. ലെവൽ 4 സർട്ടിഫിക്കേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് എക്സ്പീരിയൻസും സർട്ടിഫിക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൽ എപ്പോഴും വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ജിമ്മിലും ആണെങ്കിലും സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം അല്ലാത്തൊരാൾ വർക്ക് ചെയ്താൽ പല ഇഞ്ചുറികളും പ്രശ്നങ്ങളൊക്കെ വരും. ഓരോരുത്തരുടെ കസ്റ്റമൈസ്ഡ് ആയ വർക്കൗട്ടുകളാണ് ഓരോരുത്തർക്കും വേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ജിമ്മിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സാധാരണ ജിമ്മുകളിൽ പേഴ്സണൽ ട്രെയിനിങ് എടുത്താൽ മാത്രമേ ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മുടെ ജിമ്മിൽ ജനറൽ ട്രെയിനിങ് എടുത്താലും ഓരോ ഈച്ച് പേഴ്സണും അതനുസരിച്ചുള്ള വർക്കൗട്ടുകൾ ട്രെയിനേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഈ 14 ഇയേഴ്സായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. നമുക്ക് വളരെ അത്യാവശ്യം ഒരാൾ പേഴ്സണൽ ട്രെയിനിങ് വേണം എന്ന് ആവശ്യപ്പെട്ട് വരുന്ന ഒരാൾക്ക് മാത്രമേ അതിനുവേണ്ടി നമ്മൾ കമ്പൽ ചെയ്യാറില്ല. നമ്മളവരെ പുഷ് ചെയ്യുന്നില്ല. നിങ്ങളത് എടുക്കുക എന്നാലേ ഞങ്ങൾക്ക് പറഞ്ഞാൽ മറ്റേ പല ജിമ്മുകളിൽ ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നു ട്രെയിനിങ് നിർത്തും പറയും. പക്ഷെ ഞങ്ങൾക്ക് കൂടുതലും ജനറൽ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് നമ്മുടെ ജിമ്മിലുള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സൂംബ, യോഗ ഒക്കെ ഇതിൻ്റെ ഒപ്പം ഫ്രീ ഓഫ് കോസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ പാക്കേജ് എടുക്കുന്ന എല്ലാവർക്കും സൂംബ ആക്ച്വലി 3000 വർത്ത് വരുന്ന ക്ലാസ്സാണ് സൂംബ പെർ മന്ത്. അത് നമ്മൾ യോഗ അതുപോലെ 2000. അത് രണ്ടും ഞങ്ങളുടെ ട്രെയിനേഴ്സ് എല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ്, ഭയങ്കര അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നതും. അതിനുവേണ്ടി തന്നെ ഒരുപാട് പേര് നമുക്ക് ഇപ്പോൾ സൂംബ ആവശ്യം മാത്രം പറഞ്ഞു വന്നാലും നമുക്ക് ജിമ്മിവിടെ ഫ്രീ ഉണ്ട്. ജിമ്മിലേക്ക് എൻട്രി ഫ്രീ ഉണ്ട്. ജിമ്മ് മാത്രം ജോയിൻ ചെയ്യുന്ന സൂംബയുടെ ഫ്ലോറിലേക്ക് പോയാൽ അവിടെ ഫ്രീ ആയിട്ട് എൻട്രി ഉണ്ടാവും. യോഗയും കേട്ട്. അപ്പോൾ എല്ലാം മൂന്ന് ആവശ്യങ്ങളാണ്. ഇപ്പോൾ സൂംബ എന്ന് പറയുമ്പോൾ ഒരു കാർഡിയോ പ്ലസ് മ്യൂസിക്കൊക്കെ ആണല്ലോ, വളരെ എൻജോയ്മെൻറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്യാം. ജിമ്മിൽ വരുമ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് അതും ആണുള്ളത്. കാർഡിയോ സ്ട്രെങ്ത് ട്രെയിനിങ് ജിമ്മിൽ ചെയ്യാം. യോഗ എന്ന് പറയുമ്പോൾ മെൻ്റൽ ആൻഡ് ഫ്ലെക്സിബിലിറ്റി അതിനെല്ലാം വേണ്ടി യോഗയും ചെയ്യാം. ഇവരെല്ലാവരും സർട്ടിഫൈഡ് ആണ്. എല്ലാ യോഗ സൂംബ ജിമ്മിലെല്ലാ ട്രെയിനേഴ്സും സർട്ടിഫൈഡ് ആണ്. അവരെല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആണ്. യോഗ ട്രെയിനറൊക്കെ PG ഒക്കെ ആ ലെവലിൽ ചെയ്ത ആളാണ്. ഇപ്പൊ ഈ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ എല്ലാം ചെയ്തിട്ട് സിഗരറ്റ് വലിക്കുകയും ഇപ്പോൾ വലിക്കുകയും മദ്യപിക്കുകയും ഇതൊക്കെ ചെയ്തിട്ട് ഒരു സൈഡിൽ കുഴപ്പമില്ല ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് ആശ്വസിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്. നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനത്തെ കുറെ പേരുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും? റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട സംഭവം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ലൈഫ് സ്റ്റൈല് മാറ്റാതെ നമുക്ക് ജിമ്മിൽ വന്നുകൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ പക്ഷേ ആൾക്കാരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ജീവിതം ആസ്വദിക്കുകയാണെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ 2 സിഗരറ്റ് വലിക്കണം, അല്ലെങ്കിൽ മദ്യപിക്കണം. ഇപ്പം അതല്ലല്ലോ, ഇപ്പം അതിൻ്റെ മുകളിലേക്ക് പോയില്ലേ കാര്യങ്ങൾ. അപ്പം പിള്ളേർക്കൊക്കെ വേറെയുള്ള ഘടകങ്ങളിലേക്ക് പോയി. അപ്പോൾ ജിമ്മിൽ വരുമ്പോൾ നമുക്കിത് പിന്നീട് പറയാൻ മാത്രമേ പറ്റുള്ളൂ. മദ്യപിച്ചിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, മറ്റത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ വളരെ കുറവ് ആളുകൾ മാത്രമേ ജിമ്മിനകത്തേക്ക് വരാറുള്ളൂ. വരുന്നത് കൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. വർക്കൗട്ട് ഇപ്പം നമ്മുടെ ന്യൂജൻ കുട്ടികളൊക്കെ നമ്മൾ ഈ ഒരു ഹെൽത്ത് നോക്കി ജിമ്മിലേക്കൊക്കെ വരുവാണെങ്കിൽ അവർ മറ്റു ഈ പുകവലി, ഡ്രഗ്സ് അതിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇതിലോട്ടുള്ള ഒരു വളരെ കുറയും. അവർക്കത് ഇതിലോട്ടുള്ള ഒരു ഇതിലേക്ക് പാഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ, അതൊരു 17-18 വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ പാഷൻ ഇതിലേക്ക് വരികയും മറ്റതിലേക്കുള്ള കോൺസെൻട്രേഷൻ പോവുകയൊക്കെ ചെയ്യും. തെറ്റാകാരും ഇവർ ഇത്രയും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യും. എക്സ്പെഷ്യലി ഈ ചെറിയ ടീനേജേഴ്സ് വരുമ്പോൾ ഇവർക്ക് ജിമ്മ് എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല മസിൽ വരും, നല്ല ഹൈറ്റ് വെയിറ്റ് അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണല്ലോ അവർ വരുമ്പോൾ. അപ്പോൾ അതിനുവേണ്ടി അവർ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ പുറത്തു പോയിട്ട് ഇത് ചെയ്താൽ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ ഇവർ നോർമലി ഇത് സ്റ്റോപ്പ് ചെയ്യും. ഇത് പിന്നെ കഴിക്കാനുള്ള ടെൻഡൻസി പോകും. ഡ്രഗ് അങ്ങനെയുള്ള ഒരു അവരുടെ ഹാബിറ്റ്സ്, ഫുഡ് ഹാബിറ്റ്സ് വളരെ ഇമ്പ്രൂവ് ചെയ്യും. ക്വാളിറ്റിയുള്ള ഫുഡ് അവരെടുക്കും. അപ്പോൾ ടോട്ടലി അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ആകും. സ്വന്തം ശരീരത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴത്തേക്കും എല്ലാം മാറും. അത് അതിൻ്റെ ഒരു പ്രധാന ഘട്ടം. ഇപ്പം നമ്മൾ ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ജിമ്മിൽ പോയിട്ട് മമ്മൂട്ടിയെ പോലെ ചെറുപ്പമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. നമ്മൾ ചെറുപ്പത്തിലെ തൊട്ട് തുടങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഏജിലാകുമ്പോഴും നമുക്ക്
യുവത്വം നിലനിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറിയ കുട്ടികളോട്ട് 10 വയസ്സുള്ള കുട്ടികളൊക്കെ തൊട്ട് നമ്മുടെ ജിമ്മിൽ വരുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒറ്റടിക്ക് എനിക്ക് ഓമക്കാനെ പോലെ ആണെന്നൊന്നും പറഞ്ഞ് നടക്കില്ല. നമുക്ക് നേരത്തെ തൊട്ട് പണി തുടങ്ങണം. നമ്മുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജിമ്മിലെ ഗ്ലാഡിയേറ്ററിലെ ഒരു പ്രത്യേകതയാണ് തെറ്റ് ചൂണ്ടിക്കാണിക്കുക, അത് ചെയ്യരുത് എന്ന് പറയും. മറ്റുള്ളവർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്യുന്നത് അപകടമാണ്, അത് ചെയ്യില്ലേ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ തെറ്റായിട്ടുള്ള രീതിയിലുള്ള വർക്കൗട്ടുകളായിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് പറഞ്ഞു കൊടുക്കും. ഇവർക്കെല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. പറഞ്ഞു മനസ്സിലാവില്ല. മിക്ക ദിവസങ്ങളിലും ഒരു 2-3 ക്ലാസ് ഫുഡിനെ കുറിച്ച് തന്നെ ഉണ്ട്. കാരണം വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിച്ച് വരുമ്പം നമ്മളത് പറയും. കാരണം നമ്മളൊരു ഗ്രൂപ്പ് സെക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ പലർക്കും തുടക്കത്തിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം എനിക്ക് എന്തുകൊണ്ടാണ് അത് പറ്റാത്തതെന്നുള്ളൊരു ചിന്താഗതിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ലൈഫ് സ്റ്റൈല് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ശരിയായ രീതിയിൽ ഇത് ചെയ്യും, ഓരോ വർക്കൗട്ടുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഔട്ട്ലൈൻ എന്തായാലും കൊടുക്കും. ഇത് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് സയൻറ്റിഫിക് ആയിട്ടൊക്കെ പറയുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ കാര്യങ്ങളും അവർക്ക് മനസ്സിലായി തുടങ്ങും. നോർമൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നോർമൽ അതൊരു നന്നായിട്ട് കഴിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ യൂട്യൂബിലെ കാണുന്ന ഡയറ്റ് ചാർട്ടൊക്കെ എടുത്തത് പലപ്പോഴും ഫോറിൻ കൺട്രീസിലുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന ഫുഡൊക്കെ ആയിരിക്കും. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതായ ഫുഡുകൾ, ചോറ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, അതൊക്കെ തന്നെ നമ്മൾ ഒരു ഡയറ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക തന്നെയാണ് വേണ്ടത്. അത് കൺട്രോൾ ചെയ്ത് കാർബ്സിൻ്റെ അളവ് കുറച്ച് പ്രോട്ടീൻ കൂട്ടി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യാസം. ഭയങ്കര ലീനായിട്ടുള്ള ഒരാൾ കാർബ്സ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ അവർക്ക് എനർജി ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് ഓരോ ശരീരപ്രകൃതി ഓരോ ഇതുണ്ടല്ലോ നിൽക്കാനില്ല. എന്തായാലും ഈ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രം പോരാ, അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കണം, പ്രോട്ടീൻ കയറണം ശരീരത്തിൽ, ഉറക്കം വേണം, പിന്നെ ഈ പറയുന്ന ഇതെല്ലാം പാലിച്ചാലല്ലേ ഒരു യഥാർത്ഥ ഒരു നല്ലൊരു ശരീരം ഒരാൾക്ക് വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. മാക്സിമം ഇത് ഓരോരുത്തരുമാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. പലരും എന്താ പറയാ ആർക്കോ വേണ്ടി വരുന്ന പോലെ വന്നു പോകുന്ന ആൾക്കാർ അടക്കമുണ്ട്. ഇതെല്ലാം ചെയ്ത് വളരെ നല്ല രീതിയിൽ വരുന്ന ഒരാൾക്ക് നല്ല ഹെൽത്ത് കിട്ടാറില്ല. അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ നമുക്ക് മുന്നിൽ, അസുഖങ്ങളില്ലാത്ത. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഈ വർക്കൗട്ടിന്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ അതൊക്കെ തന്നെയാണ്. അസുഖമില്ലാത്ത അല്ലെ, രോഗങ്ങളൊന്നും ഇല്ലാതെ. നമ്മളിപ്പം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഷുഗർ, കൊളസ്ട്രോള് സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ അത് പലരും പാരമ്പര്യ രോഗമായിട്ടാണ് കണക്കൂട്ടിയിട്ട് അത് എനിക്ക് വന്നു, അത് വന്നോട്ടെ, അത് മാറില്ല എന്നല്ല. ശരിക്കും അത് തെറ്റായ ധാരണയാണ്. നമ്മളിപ്പോൾ ഷുഗർ, എൻ്റെ അച്ഛന് ഷുഗർ ഉണ്ട് അതുകൊണ്ട് എനിക്കും ഷുഗർ വരും എന്ന് കരുതി ഇരിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. അത് കാരണം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനൊന്നും ഇതുണ്ടായിരുന്നില്ല. അത് മെഡിക്കൽ ഫീൽഡിൽ ഒരു പ്രശ്നമാണ്. ഡോക്ടർമാർ അങ്ങ് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, അമ്മയ്ക്ക് അസുഖം ഉണ്ടെങ്കിൽ മകന് അസുഖം വരും. ഹെറിഡിറ്ററി ആയിട്ടുണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്ത് നമ്മളുടെ വർക്കൗട്ടും ഫുഡും കൂടി ഹാബിറ്റ്സും കൂടി മാറ്റി കഴിഞ്ഞാൽ നന്നായിട്ട് തിരിച്ചു. എൻ്റെ ഫാമിലി എല്ലാവർക്കും ഇതുണ്ട്, പക്ഷെ എനിക്കിതൊന്നുമില്ല. നമ്മൾ ആ ഭക്ഷണ രീതികൾ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കൊച്ചു പിള്ളേരിൽ വരെ സ്ട്രോക്ക് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. നമ്മളിപ്പോ ഈ ജീവിതശൈലി മൊത്തം മാറി, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് കഴിക്കുന്ന ഫുഡ്, ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. പണ്ട് പോഷകാഹാരം കുറവായിരുന്നു, ഇപ്പൊ പോഷകാഹാരം കൂടുതലാണ്, വളരെ കൂടുതലാണ്. എക്സ്ട്രീം ലെവലിലേക്ക് പോയി. പോഷകാഹാരം എന്ന് പറയാൻ പറ്റില്ല, ജങ്ക് ഫുഡുകൾ ഭയങ്കരമായിട്ട് കൂടി. അപ്പോ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോവാൻ, ഒരു ആരോഗ്യപരമായിട്ട് മുമ്പോട്ട് പോവാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് ആളുകളെല്ലാം ഇതൊക്കെ കേട്ടിട്ട് ചെയ്യട്ടെ, മുമ്പോട്ട് പോട്ടെ. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഒരു പുസ്തകം പുറത്തിറക്കിയത്? ഇതിന്റെ ഇടയിലൊക്കെ എവിടെ നിന്ന് സമയം കിട്ടിയത്? സമയം എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന, ഭയങ്കര റിലാക്സ് ആവുന്നൊരു കാര്യമാണ്. എനിക്ക് ഹോബി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഭയങ്കര ഫീലാണ്. അപ്പം എന്നാൽ തന്നെ ജിമ്മിൽ ഒരുപാട് കോമഡികളുണ്ടാവും വരുന്ന ഓരോ ക്ലയൻറ്റും. അപ്പോൾ നമ്മൾ 100 പേര് വരെ തന്നെ 100 പേരും 100 ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെറുതായിട്ട് എഴുതി തുടങ്ങി
വെച്ചിരുന്നു. അത് പക്ഷേ നിർഭാഗ്യവശാൽ അത് നഷ്ടപ്പെട്ടു പോയി, അത് എഴുതി വെച്ചിരുന്നതല്ല. പിന്നീട് ഇത് കോവിഡിൻ്റെ സമയത്താണ്, വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് കോവിഡിൻ്റെ സമയത്താണ് ഇത് എഴുതി ഫേസ്ബുക്കിൽ ചുമ്മാ പോസ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ അത് ആൾക്കാർ നന്നായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ തുടർച്ചയായിട്ട് എഴുതി. പക്ഷേ ഞാനത് പിന്നീട് കോവിഡ് കഴിഞ്ഞ് പിന്നെ വീണ്ടും ജിം ഓണായപ്പം അതിൻ്റെ എഴുത്തിൻ്റെ ഫ്ലോ കുറച്ച് കുറഞ്ഞു, തിരക്കിലേക്ക് പോയി. അപ്പോൾ പിന്നെ ഇദ്ദേഹം ഒക്കെ കൂടി വളരെ സർപ്രൈസായിട്ട് അതൊരു ബുക്കാക്കി എനിക്കൊരു ബർത്ത്ഡേയുടെ അന്ന് ഗിഫ്റ്റ് ചെയ്തു. ആ ബുക്കിന്റെ പേരാണ് ബുക്ക് നമ്മൾക്ക് ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അത് ഭയങ്കര വലിയ എഴുത്തുകാരൻ എന്നുള്ള രീതിയിലല്ല, പക്ഷെ ഞാൻ അങ്ങനെ നമ്മളെ സ്വാഭാവികമായിട്ടും അങ്ങനെ ആഗ്രഹിക്കില്ല നമ്മള്. ഈ മനോരമയിലും വനിതയിലൊക്കെ പുള്ളി കോളമൊക്കെ എഴുതിയിരുന്നു ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള. അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. ജിമ്മിൽ വരുന്ന കോമഡികൾ ഓരോന്ന്, അതിന് പ്രധാനമായിട്ടും ഓരോ ക്യാരക്ടറാണ്. അപ്പം ചിലർ പൊങ്ങച്ചം പറയുന്ന ആൾക്കാരുണ്ടാവും, ചില പ്രവൃത്തിയിലൂടെ ആയിരിക്കാം. ഇപ്പം ഒരു കുഞ്ഞു പയ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മുഖത്ത് വന്നൊരു കൊതുക് അടിച്ച്, നമ്മൾ ഡമ്പൽ താഴെ വെച്ചിട്ട് കൊതുകിനെ അടിക്കാനല്ല ശ്രമിക്കുന്നത്, പുള്ളി ആ ഡമ്പൽ ചൊറച്ചടി വെച്ചു, ബോധം കിട്ടുപോയി. ഡമ്പൽ വെച്ചിടിച്ച് ബോധം കിട്ടുപോയി. പിന്നെ ഡയറ്റ് പറയുമ്പോൾ ഡയറ്റ് ഫുഡ് പ്ലസ് വേറെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉള്ളത് ജിമ്മുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തായാലും ഒരാൾ ഭയങ്കര പൊങ്ങച്ചം പറയാണ്. അപ്പോൾ പുള്ളി പൈലറ്റാണ്, പൈലറ്റിൻ്റെ കോഴ്സ് പഠിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം കുറേ സെലിബ്രിറ്റീസൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊരു ലേഡി പൈലറ്റ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഉണ്ട്. അപ്പം സംസാരിച്ച് വന്നപ്പോൾ ഇവരെയൊക്കെ ആയിട്ട് പരസ്പരം അങ്ങനെ പരിചയപ്പെട്ടു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ പൈലറ്റിൻ്റെ കോഴ്സ് പഠിക്കുകയാണ്, കാഞ്ഞിരപ്പള്ളി കുറച്ച് സ്ഥലമുണ്ട്, ഞാനത് വിറ്റ് 60 ലക്ഷം രൂപയ്ക്ക് കോഴ്സ് പഠിച്ചു, 40 ലക്ഷം രൂപ അടച്ചു, ബാക്കി പൈസ ഞാൻ 1 കോടി രൂപയ്ക്ക് സ്ഥലം വിറ്റു, അടിച്ചു പൊളിച്ച് ജീവിച്ചു, ഇപ്പം പൈലറ്റായെന്നൊക്കെ പറഞ്ഞ് വന്നു പുള്ളി ഒരു ദിവസം. പുള്ളി ഇങ്ങനെ വന്നിട്ട് കോഴ്സെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിടത്ത് കയറിയില്ലേ. അപ്പം അന്ന് കിങ്ഫിഷറൊക്കെ ഉള്ള സമയമാണ്. കിങ്ഫിഷറിൽ വിളിച്ചു, 4 ലക്ഷം രൂപ ശമ്പളം ഉള്ളൂ, ഞാനത് കയറിയില്ല, പപ്പയുടെ കൂട്ടത്തിൽ ജോലിക്ക് നിൽക്കാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി, അങ്കിൾ ഒരു ഷിപ്പ് വാങ്ങിച്ചു, 2500 കോടി രൂപയായി. ഞാൻ ചോദിച്ചു 2500 കോടി രൂപയോ? ഇതിപ്പോൾ ഞാൻ കുറച്ച് പേര് പാർട്ണർഷിപ്പിലൊക്കെ കൂടിയിട്ട് ചെയ്തതാണ്. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ കപ്പൽ സാൻ ഫ്രാൻസിസ്കോ ഒന്ന് പുറപ്പെട്ടു, ടാക്സ് അടച്ചിട്ടില്ല. അപ്പോൾ 2 കോടി രൂപ ടാക്സ് അടയ്ക്കണം. അപ്പോൾ അങ്കിള് പപ്പയെ വിളിച്ചു. അപ്പോൾ ശനിയാഴ്ചയാണ് ബാങ്ക് അവധി, പപ്പ ഇവിടുന്ന് എടുത്ത് കൊടുക്കും. അന്ന് ഇന്നത്തെ പോലെ പൈസ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷേ പപ്പ എങ്ങനെയൊക്കെയോ റെഡിയാക്കി കൊടുത്തു, ടാക്സൊക്കെ അടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. വികാസ് സിംഗ് വന്നതെന്ന് പറഞ്ഞ് എൻ്റെ തോളത്ത് കൈയിട്ട് മാറ്റി നിർത്തി, ഫീസ് ഞാൻ അടുത്ത ആഴ്ച തരാം, പൈസക്ക് ഇച്ചിരി. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഇല്ല, അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളിപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ വയറിനൊക്കെ വേദന എടുക്കും. എല്ലാവർക്കും വയറ് കുറയണമല്ലോ. അപ്പോൾ നമ്മൾ വയറിനുള്ള ഒരു ഉപകരണവും നമ്മുടെ ജിമ്മിലില്ല. കാരണം വെച്ചാൽ വയറ് ഏറ്റവും വലിയ ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ വയറിന് ചെയ്താലാണ് വയറ് കുറയുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ വയറ് ചെയ്യുമ്പോൾ വയറ് കുറയില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് വയറെന്ന് പറയുന്നത്. ഫാറ്റാണ് എക്സ്ട്രാ വരുന്ന എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇത് ബേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഒരു ദിവസം 1000 കലോറിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മളൊരു 700 കലോറി ഫുഡ് കഴിക്കുകയും ഒരു മണിക്കൂർ ഹാർഡ് വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു 600 കാലറി ബേൺ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കാലറി ബേൺ ചെയ്തതിന് മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബേൺ ചെയ്ത് പോകുള്ളൂ. അപ്പോൾ നമ്മുടെ ഫുഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ഫുഡിൽ നിന്നുള്ളത് മാത്രമേ എടുത്ത് പോവുള്ളൂ.
നമ്മുടെ ശരീരത്തിലുള്ളത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബേൺ ചെയ്ത് പോവില്ല. അതുകൊണ്ടാണ് ഈ ഡയറ്റ് പ്ലസ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഡയറ്റ് 50% ഡയറ്റ് തന്നെയാണ്. അപ്പോൾ പലരും വന്നിട്ട് വയറ് കുറഞ്ഞില്ല എന്ന് പെട്ടെന്ന് വയറ് കുറഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ടാണ്. ഡയറ്റ് ഒരു പോർഷനിലും നോക്കുന്നില്ല. അപ്പം ഇവരുടെ ശല്യം കാരണം നമ്മൾ എന്തെങ്കിലും 1-2 വർക്കൗട്ട് ചെയ്യിക്കും. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രധാന പ്രശ്നം വെച്ചാൽ നമ്മുടെ ഈ ബോൺ കൊണ്ട് കവറിങ് ഇല്ലാത്ത സ്ട്രെങ്ത് ചെയ്യാത്ത ഒരു പോർഷനാണ് വയറെന്ന് പറയുന്നത്. നമ്മളിത് ചെയ്യുമ്പം ഈ ലോഡ് വരുന്നത് സ്പൈനലിലേക്കാണ്. അപ്പോൾ ഇവർ കാല് മടക്കിയോ അല്ലെങ്കിൽ ക്രഞ്ചസ് പോലെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പം വയറിൻ്റെ പേശികൾക്കും വേദന എടുക്കും, ഈ ബോണിനും വേദന എടുക്കും. അത് നമ്മൾ ചിലപ്പോൾ ഒരു 10 നമ്പറോ 15 നമ്പറോ ആയിരിക്കും ചെയ്യാൻ പറയുന്നത്. ഇവൻ ആദ്യത്തെ ആവേശത്തിൽ ചിലപ്പം 20-30 നമ്പർ, ചിലപ്പോൾ 50 നമ്പറൊക്കെ അവന് തോന്നിയ പോലെയൊക്കെ ചിലപ്പോൾ ചെയ്യും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വേദന എടുക്കും. അത് പിന്നീട് നീര് വീഴും, ചിലർക്ക് ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇവൻ അങ്ങനെ ഒരുപാട് പേര് നമ്മൾ മറ്റു ജിമ്മുകളിൽ പോയിട്ട് നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പല്ലേ. അല്ല, വയറിന് ചെയ്യുമ്പം ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ ബൈസെപ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെസ്റ്റിന് ചെയ്യുമ്പോഴോ പോകുന്ന ഒരു മസിൽ പോർഷൻ മാത്രമാണ്. നമ്മൾ 6 പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മസിൽസ് വർക്കൗട്ട് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഫാറ്റ് ബേൺ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഫുഡിൽ നിന്ന് കിട്ടാതിരിക്കണം. ശരീരത്തിൽ ഇരിക്കുന്നത് ബേൺ ചെയ്ത് പോവുകയും ചെയ്യണം. അതായത് ആപ്സിന് മാത്രം വർക്കൗട്ട് ചെയ്താൽ ആപ്സ് കുറയില്ല. അതായത് ഒരു സ്പോട്ട് റിഡക്ഷൻ വർക്കൗട്ടിൽ എക്സസൈസുകളിൽ സാധ്യമല്ല. ഒരു ശരീരത്തിന് ഒരു പോർഷനിൽ നിന്ന് മാത്രമായിട്ട് ഒരിക്കലും ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ലേഡീസൊക്കെ വന്നിട്ട്, ലേഡീസ് എന്നല്ല എല്ലാം മിക്കവരും തന്നെ വന്നിട്ട് പറയും എനിക്ക് ഇപ്പം ജെൻസാണ് വന്നിട്ട് വയറ് കുറയണമെന്ന് പറയും, ലേഡീസ് വന്നിട്ടാണെങ്കിൽ ബാക്ക് കുറയണമെന്ന് പറയും, തൈസ് കുറയണമെന്ന് പറയും. അങ്ങനെ ഒരു സ്പോട്ടിൽ നിന്ന് മാത്രമായിട്ട് നമുക്കൊരു ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റില്ല. ഫുൾ ബോഡിയിൽ നിന്ന് ഫാറ്റ് ബേൺ ചെയ്യുള്ളൂ. ഒരൊറ്റ കാര്യം ചോദിക്കാണ്ട്, ഈ പെട്ടെന്ന് ഇപ്പം ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സ് പറയുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ LDL കൊളസ്ട്രോൾ കൂടുതലെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ചിലർ ഓടാൻ പോകും. മാക്സിമം ഓടി അവൻ അന്നത്തെ ദിവസം ഓടി ഒറ്റ ദിവസം കൊണ്ട് ആ ഫാറ്റ് പോകുന്ന രീതിയിൽ ഓടി കിതച്ച് നെഞ്ചുവേന എടുത്തിട്ട് വന്നിരിക്കുന്നത് കാണാറുണ്ട് പലരും. നമ്മൾ ഈ സ്റ്റേഡിയത്തിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. ഫസ്റ്റ് ഡേ ആണ്, ഒരു 5 ദിവസം കഴിയുമ്പോൾ ശരിയാവുന്ന അവരെന്നെ പറയും. പക്ഷെ അതൊക്കെ ഭയങ്കര അപകടമല്ലേ? അതൊക്കെ അപകടം. ശരിക്കും അത് ഹാർട്ടിനെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് അത് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ആവും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം ഇതാണ്, ഈ നമ്മൾ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ ചെയ്തൊരു സംഭവമല്ലേ, അത് ചിലപ്പോൾ ഹൃദയം താങ്ങണമെന്നില്ല. അതിനനുസരിച്ചുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തേക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി നമുക്ക് കുറവായിരിക്കും. ഓക്സിജൻ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ ഗ്രാജുവലി ഇത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഒരു ഓക്സിജൻ നമ്മുടെ സെല്ലുകളിലേക്ക് എത്തുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയില്ല. ഷുഗറാണോ പ്രഷറാണോ കൂടുതലാണോ കുറവാണോ ഇതെല്ലാം കൂടി ഒന്ന് ലിങ്ക് ചെയ്യുമ്പം ശരീരം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ വീഴും. എന്താണ് നമ്മുടെ ഈ ഫ്യൂച്ചർ ഗ്ലാഡിയേറ്റർ ജിമ്മിന്റെ ഫ്യൂച്ചർ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഇപ്പോൾ 14 years ആയിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എറണാകുളത്ത് വരുന്ന പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ് നമ്മുടെ ജിമ്മുകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ ജോലിയുടെ ആവശ്യത്തിന് വരുന്നു, പിന്നെ പലരും വിദേശത്ത് പോകുന്നു, പല പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവർ നമ്മളോട് ഓൺലൈനായിട്ട് വർക്കൗട്ടുകളും സൂംബ ക്ലാസ് അങ്ങനെ പല നമ്മുടെ ഫിറ്റ്നസ് റിലേറ്റഡ് ക്ലാസ്സുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ നമ്മുടെ ജിമ്മ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും സാധ്യമാവുന്ന രീതിയിൽ ചെയ്യാൻ എല്ലാവർക്കും സാധ്യം. നമ്മുടെ തന്നെ ഗ്ലാഡിയേറ്റർ ജിമ്മിന്റെ തന്നെ സ്ഥിരം വർഷങ്ങളായിട്ട് വരുന്നവരെ വിദേശത്തേക്ക് പോകുന്നവരുണ്ടാവും. അവർക്ക് ആ സേവനം കിട്ടും. നമുക്കിപ്പോ കടവന്ത്രയിലും പൊന്നുരുന്നിയിലുമാണ് നമ്മുടെ ഇതുള്ളത്. മാത്രമല്ല ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ കൂടി എല്ലാത്തിലേക്ക് എത്താൻ പോവാണ്. അടിപൊളി. ഇതിന്റെ സെക്ഷനൊക്കെ എങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? വിദേശത്തുള്ളവര് ചിലപ്പോ രാത്രി ആയിരിക്കുമല്ലോ. അതെ അതെ, മോർണിംഗും ഈവനിങ്ങും പല പല ബാച്ചസ് ആയിട്ട് ക്ലാസ്സസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അത് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഉള്ള പാക്കേജുകളും ഉണ്ട്. സൂംബ, യോഗ, കാർഡിയോ ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് ഓൺലൈൻ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സൂംബ മാത്രം വേണ്ടവർക്കും അതും അതിന് മാത്രമുള്ള പ്ലാറ്റ്ഫോമും ഉണ്ടാകും. ജിമ്മിൽ വരുന്നതിന് പ്രായപരിധി ഉണ്ടോ? പ്രായപരിധി തീരെ കുട്ടിയായിരിക്കുമ്പം ആവശ്യം വരുന്നില്ല. എങ്കിലും ഒരു 10 വയസ്സൊക്കെ തൊട്ടുള്ളവർക്ക് വന്ന് ഏജ് ഇപ്പം നമ്മൾ അവിടെ 85 ഒക്കെ ഉള്ള ആൾക്കാർ വരെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് എല്ലാം വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ ആവേശമായിരിക്കും വരുമ്പം ചെയ്യാനുള്ളൊരു ആവേശം. അവരെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതും
നമ്മുടെ പ്രായമായ ആൾക്കാരെ കെയർ ചെയ്ത് നിർത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അതിലും വളരെ സന്തോഷം. വളരെ കുറച്ച് നേരം കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളാണ് ആൾക്കാർക്ക് പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നമുക്ക് ആവശ്യമുള്ളതും നമ്മൾ പലരും ശ്രദ്ധിക്കാത്തത് ആരോഗ്യം തന്നെയാണ്. എന്തെങ്കിലും അപകടം സംഭവിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ കൂടി കഴിയുമ്പോഴാണ് ഇതിലേക്ക് എല്ലാവരും വരിക. പക്ഷെ ഇപ്പോഴേ നമ്മൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അതെല്ലാം നമുക്ക് നല്ലതായിട്ട് വരും. എന്തായാലും ഇതേപോലെ ഗ്ലാഡിയേറ്റർ ജിമ്മും നിങ്ങളും ആളുകളിലേക്ക് ഒരുപാട് എത്തട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.